Okay. What is the average of first 30 even numbers? ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ആവറേജ് എന്താണ്? വേഗം അയക്കുക എല്ലാവരും, വേഗം അയക്കുക. 30 ഇരട്ട സംഖ്യകളുടെ ആവറേജ് എത്രയാണ്? അപ്പൊ അത് കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 4 ഈവൻ നമ്പേഴ്സ്, 4 ഇരട്ട സംഖ്യകളുടെ ആവറേജ് ഒന്ന് കണ്ടുപിടിച്ചു നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് 30ൻ്റെത് എങ്ങനെ കിട്ടുമെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ആൻസർ പറയാം. 27 പേര് അയച്ചു. ബാക്കിയുള്ളവർ അറിയാത്തവരായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, എല്ലാവരും ശ്രദ്ധിച്ചോ, 30 ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കത് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 2 അല്ലെങ്കിൽ 4 ഈവൻ നമ്പേഴ്സിന്റെ 4 ഇരട്ട സംഖ്യകളുടെ ആവറേജ് ഒന്ന് കണ്ടുപിടിച്ചോ പെട്ടെന്ന്. ഇതാണ് 4 എണ്ണം. അത് ആവറേജ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എല്ലാം കൂടെ കൂട്ടണം, എന്നിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 2, 4, 6, 6, 12, 8, 20. 20നെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 5 ആണ്. ആൻസർ ഈസ് 5. ആവറേജ് 5 ആണ്, കാരണം എല്ലാം കൂടെ കൂട്ടി 20 ആണ് കിട്ടുക, 20 ആണ് കിട്ടുക. അപ്പൊ 20നെ 4 കൊണ്ട് നിങ്ങൾ ഹരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന 5 ആണ്. അപ്പോ എങ്ങനെയാണ് ഈ 5 അല്ലെങ്കിൽ 20 ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ 5 കിട്ടി. അപ്പൊ എങ്ങനെയാണ് ഈ 5 കിട്ടാൻ? ഇതിൽ നിന്ന് എങ്ങനെ 5 കിട്ടും? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സൂത്രം മനസ്സിലാവും. ഈ 2ഉം ഈ 8ഉം കൂടെ കൂട്ടുക, ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ കൂട്ടുക. അതിന്റെ പകുതിയല്ലേ 5? ഓക്കെ, അപ്പൊ 2 + 8 10 ആണ്. 10ന്റെ പകുതിയാണ് 5. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 30 ഈവൻ നമ്പർ, 30 ഇരട്ട സംഖ്യകൾ ഏതൊക്കെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. 30 ഇരട്ട സംഖ്യയാണുള്ളത്. അപ്പൊ ഒന്നാമത്തെ 2 ആയിരിക്കും. ലാസ്റ്റത്തത് ഏതായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയൂ, എത്രയാ? 30 എങ്ങനെയാവുക? 60 ആയിരിക്കും. 60 ആയിരിക്കും. കാരണം ഈവൻ നമ്പർ ഇരട്ട സംഖ്യകൾ 30 എണ്ണം വരണമെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ അങ്ങനെ പോവുകയാണ്. സോറി, 6 കഴിഞ്ഞാൽ 8 അല്ലേ, പിന്നെ 10. അപ്പൊ 10 എണ്ണത്തിന്റെ ഉള്ളിൽ 5 എണ്ണേ ഉള്ളൂ. അപ്പൊ 20 എണ്ണത്തിന്റെ ഉള്ളിൽ 10, അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ 30 ഇരട്ട സംഖ്യകൾ കിട്ടണമെങ്കിൽ 60 എണ്ണം വേണ്ടി വരും. അപ്പൊ ലാസ്റ്റത്തെ സംഖ്യ 60 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ സംഖ്യ 2, ലാസ്റ്റ് സംഖ്യ 60 ആയിരിക്കും, 60. അപ്പൊ 2ഉം കൂടെ കൂട്ടുന്നു, അപ്പൊ 62. അതിന്റെ പകുതിയാക്കുന്നു. ദെൻ ആൻസർ ഈസ് 31. എത്ര പേര് കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട് നോക്കട്ടെ? ഓക്കെ, കുറെ പേര് തിരിച്ചിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ചെയ്ത ആ സൂത്രമല്ല, ഒറ്റ സംഖ്യ നാച്ചുറൽ നമ്പറിന്റെ കാര്യത്തിൽ ചെയ്ത രീതിയല്ല ഇരട്ട സംഖ്യകളുടെ കാര്യത്തിൽ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ ഇരട്ട സംഖ്യയും ലാസ്റ്റത്തെ ഇരട്ട സംഖ്യയും തമ്മിൽ കൂട്ടുന്നു, എന്നിട്ട് അതിനെ പകുതിയാക്കുന്നു. ക്ലിയർ ആയല്ലോ? സോറി, 60 ആണ്. 62 ദാറ്റ് ഈസ് 31. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ചെയ്യൂ പെട്ടെന്ന്. മൂന്നാമത്തെ ചോദ്യം പെട്ടെന്ന് ചെയ്യൂ. അപ്പൊ നിങ്ങളൊരു 3 ഒറ്റ സംഖ്യകൾ എടുത്തു നോക്കുക, അല്ലെങ്കിൽ 4 ഒറ്റ സംഖ്യകൾ എടുത്തു നോക്കുക, എന്നിട്ട് ഓഡ് നമ്പർ ഒന്ന് കണ്ടുപിടിച്ചു നോക്കുക. ഓഡ് നമ്പറിന്റെ ആവറേജ് ഒന്ന് പെട്ടെന്ന് ചെയ്യൂ. ഉത്തരം കിട്ടിയവർക്ക് അയക്കാം. അപ്പോൾ അയക്കുന്നതിന് മുമ്പ് നിങ്ങളത് ശരിയാണോ എന്ന് നോക്കണം. നിങ്ങളൊരു 4 ഒറ്റ സംഖ്യ എടുക്കുക, 1, 3, 5, 7. എന്നിട്ട് അതിന്റെ ആവറേജ് എന്താണ് കിട്ടുന്നതെന്ന് നോക്കുക. അതെങ്ങനെ കിട്ടുമെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ 60 ഓഡ് നമ്പേഴ്സിന്റെ ഒന്ന് കണ്ടുപിടിക്കുക. 60 ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവസാനത്തെ സംഖ്യ 60 അല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 എണ്ണം എടുക്കുമ്പോൾ അതിൽ ഒരു ഒറ്റ സംഖ്യ മാത്രമേ കിട്ടുള്ളൂ. വേഗം ചെയ്യൂ.
വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 60 ഓഡ് നമ്പേഴ്സ്? 60 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് എണ്ണൽ സംഖ്യകളുടെ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് കാണാൻ പഠിച്ചു. പിന്നെ ഒന്ന് ഈവൻ നമ്പേഴ്സിന്റെ ഇരട്ട സംഖ്യകളുടെ ആവറേജ് കാണാൻ പഠിച്ചു. ഇനി നമ്മൾ ഒറ്റ സംഖ്യകളുടെ ആവറേജും കൂടെ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 10 പേര് അയച്ചു. 10 പേര് അയച്ചു. വേഗം അയക്കണം. പതിനഞ്ച് പേരായി. ബാക്കിയുള്ളവർ അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ അങ്ങ് സെലക്ട് ചെയ്യാം. ശരിയാവുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഏതെങ്കിലും നമ്പർ അങ്ങ് സെലക്ട്. First 60 odd numbers. What is the average of first 60 odd numbers? ഓക്കെ, 30 പേര് അയച്ചു, മിടുക്കന്മാര്. അപ്പൊ ഞാൻ ആൻസർ പറയുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും ഇതിന്റെ സൂത്രം അറിയില്ല, അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമ്മൾ 1, 3, 5, 7 4 ഒറ്റ സംഖ്യകൾ കൂട്ടുക. ആവറേജ് കാണണമെങ്കിൽ നമുക്കറിയാം കൂട്ടണം. 1, 3, 4, 5, 9, 7, 16. 16നെ നിങ്ങൾ 4 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ നമുക്ക് 4 കിട്ടുക. ഈ 4 എവിടെ നിന്ന് കിട്ടും? വളരെ ഈസിയാണ്. ഫസ്റ്റ് സംഖ്യയും ലാസ്റ്റ് സംഖ്യയും കൂടെ കൂട്ടുന്നു, എന്നിട്ട് അതിന്റെ പകുതി കാണുന്നു അല്ലേ? 1, 7 കൂട്ടിയാൽ 8. 8ന്റെ പകുതിയാണ് അനുശ്രീ, മൈക്ക് ഓഫ് ചെയ്യണേ. ഓക്കെ, 8ന്റെ പകുതിയാണ് 4. അപ്പൊ ഫസ്റ്റ് സംഖ്യയും ലാസ്റ്റ് സംഖ്യയും കൂടെ കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആ 60 ഒറ്റ സംഖ്യകളുടെ തുക കാണുമ്പോൾ ആദ്യത്തേത് 1 ആയിരിക്കും, നിങ്ങൾക്കറിയാം. ഇനി അവസാനത്തെ എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവസാനത്തെ ഒറ്റ സംഖ്യ 120 ഒറ്റ സംഖ്യ അല്ലല്ലോ, ഓഡ് നമ്പർ അല്ല. 121 അല്ല, 119. 119. സംശയമുള്ളവർ ആലോചിച്ച് നോക്കുക. 1, 3, 5, 7, 9. കാരണം 10ന്റെ ഉള്ളിൽ തന്നെ 5 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 20ന്റെ ഉള്ളിൽ 10 ഉണ്ടാവും. അങ്ങനെ പോയാൽ 119 ആകുമ്പോഴേക്ക് തന്നെ ഈ പറഞ്ഞ 60 ആവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സംഖ്യ 1, ലാസ്റ്റ് സംഖ്യ 119. അപ്പൊ നിങ്ങൾ കുറച്ച് കോമൺ സെൻസ് പ്രയോഗിക്കണം. ഇത് രണ്ടും കൂടെ കൂട്ടുക എന്നിട്ട് പകുതിയാക്കുക. അപ്പൊ 120/2 അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക? 60 കിട്ടുക. യെസ്, അപ്പൊ നമ്മുടെ ആൻസർ ഈ 60. എത്ര പേര് കറക്റ്റ് ആയി അയച്ചിട്ടുണ്ട്? കുറെ പേര് തെറ്റാണ്. തെറ്റിയവരൊക്കെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കിക്കോ. അടുത്ത പ്രാവശ്യമെങ്കിലും ശരിയാക്കണം. 60 അയച്ചവരുണ്ട്. ഓക്കെ, കുറെ പേര് ശരിയാണ്, പക്ഷെ ചിലരുടെയൊക്കെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് സംഖ്യയും ലാസ്റ്റ് സംഖ്യയും നോക്കിയിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും നോക്കിയോളൂ. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എന്നാൽ വലിയ സംഖ്യ ഏതാണ്? 5 സംഖ്യകളുണ്ട്, അതിന്റെ ആവറേജ് 60. ഒന്ന് ചെയ്തു നോക്കൂ. 5 എണ്ണമാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 5 എന്നുള്ളതിന് പ്രത്യേകം പ്രാധാന്യമുണ്ട്. 4 ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയല്ല ചെയ്യുക. അതുകൊണ്ടാണ് 5ന് പ്രത്യേക പ്രാധാന്യമുണ്ട്. വേണമെങ്കിൽ ഒരു 5 സംഖ്യകൾ എഴുതി നോക്കുക, എന്നിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിച്ച് നോക്കുക, എന്നിട്ട് ഈ കണക്ക് ചെയ്യാം. 5 ഇരട്ട സംഖ്യകളൊന്ന് എഴുതി നോക്കുക. ഇപ്പൊ 2, 4, 6, 8, 10 അങ്ങനെ ഒന്ന് എഴുതി നോക്കുക, എന്നിട്ടൊന്ന് ചെയ്തു നോക്കുക. എപ്പോഴും ഉദാഹരണം വെച്ച് ചെയ്താൽ ഇത് വേഗം മനസ്സിലാവും.
7 പേര് അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ വേഗം വേഗം അയക്കും. ഓക്കെ, അപ്പൊ ഞാൻ ആൻസർ പറയാം. 25 പേര് ആൻസർ അയച്ചു. ബാക്കിയുള്ളവർ അറിയാമെങ്കിൽ അയക്കുക വേഗം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യും. 5 ഈവൻ നമ്പറിന്റെ ആവറേജ് 60 ആണ് എന്ന് പറഞ്ഞാൽ അത് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ആദ്യത്തെ നമുക്ക് കണക്കൂട്ടാൻ എളുപ്പമുള്ള 5 ഈവൻ നമ്പേഴ്സ് വേറെ എഴുതി നോക്കുക. 5 ഈവൻ നമ്പേഴ്സ് എഴുതി നോക്കിയാൽ ഒന്നാമത്തത് 2, 4, 6, 8, 10, 5 എണ്ണം. ഇനി ഇതിന്റെ ആവറേജ് ഒന്ന് നോക്കുക. 2ഉം 4ഉം 6, 6, 6, 12, 12, 8, 20, 20, 10, 30. 30ന് നിങ്ങൾ നമ്പർ ആവറേജ് എപ്പോഴും എങ്ങനെയാണ് കാണുക? ടോട്ടലിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഏതാണ് സംഖ്യ? 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 ആണ് കിട്ടുന്നത്. 6 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യമുണ്ട്. 5 എണ്ണം ആണെങ്കിൽ നടുക്കുള്ള സംഖ്യ ആയിരിക്കും 60. 5 എണ്ണം ആണെങ്കിൽ സെന്ററിലുള്ള സംഖ്യ 2 എണ്ണം ഇങ്ങോട്ടും 2 എണ്ണം ഇങ്ങോട്ടും. കണ്ടോ? സെന്ററിലുള്ള സംഖ്യയാണ് 60. അങ്ങനെയാണെങ്കിൽ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 60 നടുക്കായിരിക്കുമല്ലോ. 2 എണ്ണം അപ്പുറത്തുണ്ടാവും. 2 എണ്ണം ഇത് നടുക്ക്. ഇനി 2 എണ്ണം ഇടത് ഭാഗത്തുണ്ടാവും, 2 എണ്ണം ഉണ്ടാവും. അതേപോലെ 2 എണ്ണം വലതു ഭാഗത്തുണ്ടാവും. അപ്പോൾ ടോട്ടൽ 5 എണ്ണം. അപ്പൊ ഇനി നമുക്കറിയാം 62 ഇവിടെ വരും, 64 ഇവിടെ വരും. അപ്പോൾ വലിയ സംഖ്യ 64 ആണ്. ക്ലിയർ ആയല്ലോ? കുറെ പേര് ചെയ്തിട്ടുണ്ട്. സാരെങ്കിലും തെറ്റിയിട്ടുണ്ട്. ഓക്കെ, തെറ്റിയവരൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഞാൻ അടുത്തതിലേക്ക് പോട്ടെ. അടുത്തതിലേക്ക് പോകുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പിന്നെ ഒന്ന് ചെയ്തോളൂ. ഓക്കെ, സ്ഥിരമായിട്ട് ഇങ്ങനത്തെ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വേഗം ചെയ്തോളൂ. എന്താണ് കൃഷ്ണാനന്ദ് പറയുന്നത്? കൈ കെട്ടിയതാണോ? 4ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിൽ 5 ഇരട്ട സംഖ്യകളല്ലേ? അത് ഇപ്പൊ 3 ആയിട്ടുള്ളൂ. അതിപ്പോ ആൻസർ 66 അല്ലേ വരിക? 64 അല്ലല്ലോ. എങ്ങനെ? ആൻസർ 66 അല്ലേ വരിക? അതെങ്ങനെ? 5 ഇരട്ട സംഖ്യകളില്ലേ? 60 സെന്ററിലുള്ള സംഖ്യയാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചില്ലേ 60 സെന്ററിലുള്ള സംഖ്യ. അപ്പൊ 2 എണ്ണം അപ്പുറത്തും 2 എണ്ണം അപ്പുറത്തും. ഇനി 2 എണ്ണം അപ്പുറത്ത് വരണം. കാരണം ഇത് സെന്ററിലുള്ള സംഖ്യ അല്ലേ? 5 എണ്ണമായി. ഓക്കെ, ശരി. നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾ ഇന്ന് തന്നെ വീണ്ടും വീണ്ടും ചെയ്യണം. കാരണം വെച്ചാൽ എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനത്തെ ഓരോ ചോദ്യം വരാറുണ്ട്. ഈ ആവറേജിന്റെ ചോദ്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം. മൊത്തം ഇനി 2 കണക്കൂടെയാണ് നമുക്ക് ബാക്കിയുള്ളത് ഇതില്. 5ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, അപ്പൊ 5 പേര് അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ അയക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നമ്മളിന്ന് ഒരു പരീക്ഷണമായിട്ട് ഒരു 3:30 എടുത്തു നോക്കിയതാണ്. പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് ഇത് പറ്റിയ ഒരു ടൈം അല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നമുക്ക് 54 കുട്ടികളെ വന്നിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എല്ലാ കുട്ടികൾക്കും പറ്റിയൊരു ടൈം അല്ല എന്ന് തോന്നുന്നു. കുറച്ചും കൂടെ കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയൊരു ടൈം ഇന്നത്തെ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അതിനനുസരിച്ച് നമ്മുടെ ടൈം കുറച്ച് മാറ്റാം. യെസ്, 10 പേര് അയച്ചു. ഞാൻ പറഞ്ഞില്ല, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, അപ്പോ 18 പേരെ ഇതുവരെ അയച്ചിട്ടുള്ളൂ. ഇത്ര പ്രയാസമാണോ അത്? ഞാനൊന്ന് ചെയ്യാം. അപ്പൊ എല്ലാവരും ബോർഡുമ്മ നോക്കുക. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് എഴുതിയെടുക്കണം. അതായത് എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക? ആവറേജ് കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്? അപ്പോൾ നമ്മൾ നാളെ ഡിസ്റ്റൻസ് ഒക്കെ എഴുതിയ പോലെ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് എഴുതി വെക്കുക. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ബൈ നമ്പർ. ആകെ കൂട്ടുക എന്നിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ആവറേജ് കണ്ടുപിടിക്കാൻ ചെയ്യുക. ആവറേജ് കിട്ടാൻ വേണ്ടി ടോട്ടലിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി നേരെ തിരിച്ചും ആലോചിക്കാം. ടോട്ടൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആവറേജ് ഇൻറ്റു നമ്പർ ആയിരിക്കും. അതാണ് ടോട്ടൽ. ഓക്കെ, ഒന്നറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മറ്റേതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആവറേജ് ഇൻറ്റു ടോട്ടൽ ആണ് നമ്പർ. ഇനി നേരെ തിരിച്ചു ചോദിക്കാം, നമ്പർ എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്പർ ഈസ് ഈക്വൽ ടു വാട്ട്? പറയൂ ആരെങ്കിലും. ആ പറയൂ. അല്ലല്ല, ആവറേജ് ഇൻറ്റു ടോട്ടൽ. ഇതിൽ വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ടോട്ടലിനെ നിങ്ങൾ ആവറേജ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതാണ് വലുത്? രണ്ടും കൂടെ ഗുണിച്ച് കിട്ടുന്നതാണ് വലുത്. ഇതാണ് വലുത്. അപ്പൊ പിന്നെ മറ്റേത് രണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ ഡിവിഷനാണ് ഉണ്ടാവുക. അതാണ് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ വലുതാണ്. നാളെ ഞാൻ എഴുതിയ പോലെ, ഡിസ്റ്റൻസ് ഒക്കെ എഴുതിയ പോലെ ടോട്ടൽ വലുതാണ്. താഴെയുള്ള രണ്ടെണ്ണമാണ്, ഒന്ന് ആവറേജും പിന്നെ ഒന്ന് നമ്പറും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ടോട്ടൽ ആണ് മുകളിൽ. അപ്പൊ ടോട്ടൽ കിട്ടണമെങ്കിൽ മറ്റേ രണ്ടും കൂടെ ഗുണിക്കണം. നമ്പർ കിട്ടണമെങ്കിൽ ടോട്ടലിനെ ആവറേജ് കൊണ്ടായിരിക്കണം. ആവറേജ് കിട്ടണമെങ്കിൽ ടോട്ടലിനെ നമ്പർ കൊണ്ടും ആയിരിക്കും. കാരണം താഴെയാണല്ലോ, ചെറുതാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. വീണ്ടും വായിക്കുകയാണ്. നല്ലോണം നോക്കിക്കോളൂ. ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? 19 സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് 50 ആണ്. 19 സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് 50 ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ വെയിറ്റ് ആണെന്ന് മനസ്സിലാക്കണം. 19 സ്റ്റുഡൻസിന്റെ ആവറേജ് വെയിറ്റ് 50 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 19 സ്റ്റുഡൻസിന്റെ ടോട്ടൽ വെയിറ്റ് എങ്ങനെ കിട്ടും? പറയൂ. 19 സ്റ്റുഡൻസിന്റെയും അതായത് ടോട്ടൽ വെയിറ്റ് കാണണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആവറേജും നമ്പറും കൂടെ ഗുണിക്കണം. അപ്പൊ ആവറേജ് 50 ആണ്, 19 സ്റ്റുഡൻസുമാണ്. അത് ഗുണിച്ചാൽ കിട്ടും. അപ്പൊ നമ്മളൊന്ന് ഗുണിക്കുകയാണ്. ആരാണോ സംസാരിക്കുന്നുണ്ട് അവിടെ? 19 ഇൻറ്റു 50 ചെയ്താൽ മതി. 50 ഇൻറ്റു 19 ചെയ്യുന്ന പകരം 19 50 ചെയ്യാം. അപ്പൊ ഒരു 0 ഇവിടെ ഇട്ടു. പിന്നെ 5 കൊണ്ട് ഗുണിക്കുന്നു. 5 ഇൻറ്റു 9 45. ഏതാണ് വലുത്? ഫിദ ജബിനെ. ഫിദ ജബിൻ വലുത് ഏതാ? ഓക്കെ, 19 ഇൻറ്റു 50. അപ്പൊ 50നെ 0 അവിടെ ഇട്ടു. ഇനി 5 ഇൻറ്റു 9 45. ബാക്കി 4 1 ഇൻറ്റു 5 9 50. അപ്പൊ ഇത് നമുക്ക് 950 എന്ന് കിട്ടും. ഇതെന്താണ്? എല്ലാ കുട്ടികളുടെയും കൂടെ 19 കുട്ടികളുടെയും ടോട്ടൽ വെയിറ്റ്. 19 കുട്ടികളുടെയും ടോട്ടൽ വെയിറ്റ്. ഇനിയാണ് നമ്മൾ പിന്നെ ആലോചിക്കുന്നത്. എന്താ ആലോചിക്കുന്നത്? ക്വസ്റ്റ്യനിലുള്ള കാര്യം ആലോചിക്കുന്നു. 19 കുട്ടികളുടെയും ഒരാളുടേത് 50 വീതമാണ്. അപ്പൊ 19 കുട്ടികളുടെയും ടോട്ടൽ വെയിറ്റ് കൂട്ടുമ്പോൾ 950 കിട്ടി. നമുക്ക് 950 കിട്ടി. ഇത് 950 ആണ് ആകെ. ഈ 19 ആളതും കൂട്ടി, എല്ലാവരും കൂട്ടി. കൂട്ടിയാൽ നമ്മളിവിടെ ഗുണിക്കുകയാണ് ചെയ്തത്. ഇനി ടീച്ചറുടെ വെയിറ്റ് കൂട്ടിയപ്പോ എന്തായി? ആവറേജ് പിന്നെയും കൂടി. എത്രയായി? 2 കിലോഗ്രാം ആയി മാറി. 2 കിലോഗ്രാം കൂടി എന്ന് പറഞ്ഞാൽ 50 ഉള്ളത് ഇപ്പൊ എത്രയായി മാറി? 52 ആയി. അങ്ങനെയാണെങ്കിൽ ടീച്ചറും കൂടെ വന്നപ്പോ ടോട്ടൽ വെയിറ്റ് എന്തായിരിക്കും? പറയൂ, ആരെങ്കിലും ഒന്ന് പറയൂ. ടീച്ചറും കൂടെ വന്നു, അപ്പൊ ടോട്ടൽ വെയിറ്റ് എന്തായിരിക്കും? 50. 52. അതായത് നേരത്തെ 50 ഉണ്ടായിരുന്നത് ഇപ്പൊ എന്തായി മാറി? 52 ആയി. 52 ആയി നേരത്തെ. അപ്പോ ടീച്ചറും കൂടെ വന്നപ്പോ
ടീച്ചർ പ്ലസ് 19 കുട്ടികൾ, 19 സ്റ്റുഡൻസ്, അവരുടെ ടോട്ടലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ 2 കിലോ ഓരോരുത്തരും കൂടിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? ഞാൻ 19 കൊണ്ടാണ് ഗുണിക്കേണ്ടത്, 20 കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 20. കാരണം ടീച്ചറും കൂടെ വന്നല്ലോ. ടീച്ചറും കൂടെ വന്നപ്പോൾ പിന്നെയും കൂടിയില്ലേ, ഒരാളെ എണ്ണം കൂടി. അപ്പൊ നമുക്ക് കിട്ടുക 2 × 4 4, 2 × 5 10, 1040 എന്ന് കിട്ടും. ആദ്യം ഉണ്ടായിരുന്നത് 950. പ്രത്യേകം ശ്രദ്ധിക്കൂ, ആദ്യം ഉണ്ടായിരുന്ന ടീച്ചർ ഇല്ലാത്തപ്പോൾ 950 ടോട്ടൽ, ടീച്ചർ ഉണ്ടായപ്പോൾ 1040. അപ്പൊ ടീച്ചറുടെ വെയിറ്റ് എന്താണ്? ടീച്ചർ ഈസ് ഈക്വൽ ടു 1040 നിന്ന് 950 മൈനസ് ചെയ്യേണ്ടി വരും. 90. വയസ്സായ ടീച്ചറാണ്, 90 വയസ്സുള്ള ടീച്ചറാണ്. അത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ അതാണ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണം, എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണം. നമ്മുടെ ആൻസർ ഈസ് 90 കിലോഗ്രാം. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണം, പിന്നെ തെറ്റാൻ പാടില്ല. എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണം, വേഗം എഴുതിയെടുക്കൂ. അപ്പൊ ആദ്യം കുട്ടികൾ ഒറ്റയ്ക്കുള്ള ടോട്ടൽ കാണുന്നു. അപ്പോൾ എണ്ണം കൊണ്ട് 19 ഗുണിക്കുന്നു. എണ്ണം കൊണ്ട് അല്ല, 19 എണ്ണമാണ്, 19 ഇൻറ്റു നമ്പർ 19 ആണ്, വെയിറ്റ് 50 ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ഗുണിക്കുന്നു, അപ്പൊ നമുക്ക് 950 കിട്ടുന്നു. പിന്നെ ടീച്ചറും കുട്ടികളും കൂടെ കൂടി എന്നങ്ങ് വിചാരിക്കുന്നു. അപ്പൊ 20 ആളുണ്ടാവും. എന്നിട്ട് പുതിയ ആവറേജ് കൊണ്ട് ഗുണിക്കുന്നു, അപ്പൊ 1040 ആണ്. എന്നിട്ട് ഡിഫറൻസ് കണ്ടാൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ ഇത് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഒരു കാരണവശാലും തെറ്റിക്കരുത്, നല്ലോണം ആലോചിച്ച് വേണം ചെയ്യാൻ. ഇതിനൊക്കെ എളുപ്പവഴി വേറെ ഉണ്ട്. പക്ഷെ നമുക്ക് എളുപ്പവഴി പറയണമെങ്കിൽ ആദ്യം ശരിക്കുള്ള വഴി അറിയണ്ടേ. ശരിക്കുള്ള വഴി പഠിക്കാതെ നമ്മൾ എളുപ്പവഴി മാത്രം പഠിച്ചാൽ ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് എളുപ്പവഴി നമുക്ക് പിന്നീട് പറയാം. യെസ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും അതൊന്നും കൂടി ചെയ്തു നോക്കണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും അതേപോലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇതേപോലെ ചെയ്തു നോക്കിയാൽ നിങ്ങൾ 30 സ്റ്റുഡൻസ് 12. അപ്പൊ 30 × 12 ആദ്യം ചെയ്യുക. പിന്നെ ടീച്ചർ കൂട്ടി, അപ്പൊ 12 ഉള്ളത് 13 ആയി ആവറേജ്. പക്ഷെ 30-ന് പകരം 31 ആളുണ്ടാവും. ടീച്ചറും കൂട്ടണേ. ഒന്ന് ചെയ്തു നോക്കിയേ, എല്ലാവരും ചെയ്യൂ, എന്നിട്ട് കുറച്ചാൽ മതി. അപ്പൊ ആദ്യം 30 × 12 ചെയ്യണം, പിന്നെ 31 × 13 ചെയ്യണം, എന്നിട്ട് ഡിഫറൻസ് കാണണം, വ്യത്യാസം കാണണം. ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരേ രീതിയിലാണ്. ഒരുപാട് പേര് അയക്കുന്നുണ്ട്. ചില കുട്ടികളൊക്കെ NMMS-ന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്. ആ കുട്ടികൾക്കൊക്കെ എന്തായാലും കിട്ടും. അപ്പോൾ വർക്ക് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ ഒന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്കൂളിൽ വരുത്താൻ തുടങ്ങിയാൽ പരീക്ഷയാണ് നടത്തുക. ആ പരീക്ഷയിൽ മാർക്ക് കുറവാണെങ്കിൽ പിന്നെ നിങ്ങൾ വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്ത ചോദ്യങ്ങൾ തന്നെ പിന്നെയും ചെയ്യുക, പഠിച്ച ഉത്തരങ്ങൾ സാറ്റ് തന്നെ പിന്നെയും പഠിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, ഒന്ന് മാറ്റും ഉണ്ടാവും, ഒരു സാറ്റും ഉണ്ടാവും. സാറ്റ് ഞാൻ തന്നിട്ടില്ല എന്ന് തോന്നുന്നില്ല, മാറ്റ് തന്നിട്ടുണ്ട്. അതിലുള്ള എല്ലാ ചോദ്യവും വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക. നമുക്കത് ഒരു ദിവസം ആൻസർ ചെയ്യാം, ഞാൻ പറഞ്ഞിട്ട് ചെയ്യാം. 15 പേര് അയച്ചു, ബാക്കിയുള്ളവർ പെട്ടെന്ന്. രണ്ടിന്റെയും ടോട്ടൽ കാണുക, എന്നിട്ട് മൈനസ് ചെയ്യുക. ഓക്കെ, ഞാൻ ചെയ്യുന്നു.
30 പേര് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാം. എല്ലാവരും നോക്കിക്കോളൂ. ആദ്യം നമ്മൾ കുട്ടികളുടെ മാത്രം ടോട്ടൽ കാണുക. അപ്പൊ നമുക്കറിയാം 3 × 12 30 × 12 അത് എത്രയാ കിട്ടുക? 12 × 30 എന്ന് പറയുമ്പോൾ 360. യെസ്, അത് കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ടീച്ചറേയും കൂടെ കൂട്ടി. ടീച്ചറെ കൂട്ടുമ്പോൾ 30 31 ആവും. കാരണം 30 കുട്ടികളും ഒരു ടീച്ചറും. പിന്നെ ആവറേജ് 13 അപ്പൊ അത് കാണണം. 31 × 13 എത്രയാ നിങ്ങൾക്ക് കിട്ടിയ പറയൂ? 403. 403. ഓക്കെ ഓക്കെ. ഇനി വ്യത്യാസം കാണുക. 403 നിന്ന് 360 മൈനസ് ചെയ്യുക. അപ്പൊ 43. കറക്റ്റ്. കുറെ പേര് ചെയ്തിട്ടുണ്ട്. ചെയ്തവരായിരിക്കാം. വെരി ഗുഡ്. വർഷ തെറ്റി. പലരും ചെയ്തിട്ടുണ്ട്. ശരിയായവർക്കൊക്കെ കൺഗ്രാജുലേഷൻ. നമുക്ക് അടുത്ത പരീക്ഷക്ക് എന്താ പറയാ, ഇതേപോലെ തന്നെ ഫുൾ മാർക്ക് വാങ്ങാം, മാക്സിമം മാർക്ക് വാങ്ങാം. ഓക്കെ. തെറ്റിയവരൊക്കെ എങ്ങനെയാണ് തെറ്റിയെന്ന് ആലോചിച്ചോളൂ. ഇല്ലെങ്കിൽ ഇതിന്റെ ഈ ക്ലാസ്സിന്റെ വീഡിയോ കാണുക, എന്നിട്ട് വീണ്ടും ചെയ്തു നോക്കുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ഇപ്പൊ അത് ചെയ്ത പോലെ തന്നെ. ഇത് ചെറിയ വ്യത്യാസമുണ്ട്. ഇത് 2 ഗ്രൂപ്പ് ഒന്നാവുകയാണ്. ആദ്യത്തെ ഒരു ഗ്രൂപ്പ് 5 ആള്, പിറ്റത്തെ ഒരു 10 ആള് വേറെ. ഇത് രണ്ടും കൂടെ ഒന്നാവുകയാണ്. എന്നിട്ട് നിങ്ങൾ ആവറേജ് കാണും. അപ്പൊ ഇവിടെ മൈനസ് ചെയ്യൊന്നുമല്ല വേണ്ടത്. പക്ഷെ 2 ഗ്രൂപ്പും കൂടെ ഒന്നായാൽ ആവറേജ് എന്താണ് ഒന്ന് ചെയ്തു നോക്കൂ. ആവറേജ് നമ്മൾ പഠിക്കുന്ന 6ാം ക്ലാസ്സിലാണ്. അപ്പൊ അഥവാ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ അല്ലെങ്കിൽ USSനൊക്കെ വന്നിട്ടുണ്ടോ? USSന് ആവറേജ് പഠിക്കാനില്ലേന്നോ? അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത്. ഓക്കെ. പെട്ടെന്ന് അയച്ചോളൂ. അപ്പൊ ആവറേജിന്റെ 2-3 കണക്കുകൾ നമ്മൾ ചെയ്തു. ഇനി നിങ്ങൾ അത് തെറ്റിക്കരുത്. നമുക്ക് അടുത്തതിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു ചോദ്യം നമ്മൾ ഇന്ന് ചെയ്യും, ബാക്കിയുള്ളത് നിങ്ങൾ അടുത്ത ദിവസം വരുമ്പോൾ ചെയ്യും. ചെയ്തിട്ട് വരിക. റേഷ്യോ ഭയങ്കര ഈസിയാ. ഇതിലുള്ള കംപ്ലീറ്റ് എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം മാത്സിന്റെ കുറെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. മാത്സിന്റെ മാർക്ക് കിട്ടും. ഇപ്പൊ ഫുള്ളായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യൂല. നമ്മളിങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ പരീക്ഷയും ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് മാറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. അത് എന്നാന്നുള്ളത് ഞാൻ പറയാം. പതിനേഴ് പേര് അയച്ചു. ബാക്കിയുള്ളവർ പെട്ടെന്ന് അയക്കൂ. ഒക്കെ ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം 5 പേരുടെ ടോട്ടൽ കാണുക, പിന്നെ 10 പേരുടെ ടോട്ടൽ കാണുക, പിന്നെ എല്ലാവരും കൂടെ കൂടി 15 ആളുടെ ടോട്ടൽ, എന്നിട്ട് ആവറേജ് കാണുക. 21 പേര് അയച്ചു. 30 പേര് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആൻസർ പറയും. എന്താണ് അഭിനന്ദ് MP? നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ മാത്രം മൈക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും ഓഫ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലത്തെ ശബ്ദങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ശല്യമായിരിക്കും. ഓക്കെ. പെട്ടെന്ന് അയക്കൂ. വാട്ട് ഈസ് ദ ആവറേജ് ഏജ് ഇഫ് ദ 2 ഗ്രൂപ്പ്സ് ബിക്കം യുണൈറ്റ്? ഈ 2 ഗ്രൂപ്പുകൾ ഒന്നായി. ആദ്യത്തെ 5 ആളും പിറ്റത്തെ 10 ആളും ഒന്നായി. അപ്പൊ ടോട്ടൽ 15 ആളുണ്ടാവും. എന്നിട്ട് ഇനി ആവറേജ് കാണും. ശരി. അപ്പൊ ഞാൻ ആൻസർ പറയാം. എത്ര പേര് ശരിയായ ഉത്തരം അയച്ചു നോക്കാം. അപ്പൊ നമ്മൾ പറയുന്നു 5 ആളുകളുടെ ആവറേജ് ഏജ് 40 ആണ്. 5 ആളുടെ 40 എന്ന് പറഞ്ഞാൽ ടോട്ടൽ കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ല. 5 × 40 200. അതാണ് അവരുടെ ടോട്ടൽ. ഇനി 10 ആളുടെ തന്നിട്ടുണ്ട്. അതിന്റെ ആവറേജ് 25. അപ്പൊ അവിടുത്തെ ടോട്ടൽ എത്ര? 10 × 25. അത് എത്രയാ? 250.
അപ്പോൾ ഒന്ന് 200 ഒന്ന് 250. അപ്പോൾ രണ്ട് ഗ്രൂപ്പും കൂടെ ഒന്നായി. അപ്പൊ ഇപ്പൊ ആൾ എത്ര ഉണ്ട്? 15 ആളുണ്ട്. ടോട്ടൽ എത്രയാ? പറയൂ, ടോട്ടൽ എത്രയാ? 450. ഇത് രണ്ടും കൂടെ കൂട്ടി 200 250 കൂടെ കൂട്ടിയാൽ മതി. 450 ടോട്ടൽ. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ആവറേജ്, ന്യൂ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂടിയതുകൊണ്ടാണ് കേട്ടോ. ആവറേജ് ഈസ് ഈക്വൽ ടു 450 നിങ്ങൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ ഗ്രൂപ്പിൽ എത്ര ആളുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടുക 30 കിട്ടുക. 45 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30 കിട്ടുക. ക്ലിയർ? കിട്ടിയിട്ടുണ്ടോ? കുറെ പേര് തെറ്റിച്ചിട്ടുണ്ട്. തെറ്റിച്ചവരൊക്കെ ഈ ചോദ്യങ്ങൾ വീണ്ടും ചെയ്തു നോക്കണം. ഒരുപാട് പേര് തെറ്റിച്ചിട്ടുണ്ട്. ശരിയാക്കിയവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ മാത്സ് നിങ്ങൾ ശരിയാക്കിയിട്ടില്ലെങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങളുടെ മാർക്ക് വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തെറ്റിയ കുട്ടികളൊക്കെ ഇതൊക്കെ ശരിയാക്കണം. ഓക്കെ, യെസ്. അപ്പൊ ഇനി അടുത്ത ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചോദ്യത്തിന്റെ ഒന്നാമത്തെ ചോദ്യം ചെയ്യുന്നു. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വരണം. പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്ത് തന്നെ നോക്കുക. എന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പൊ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇത് കുറച്ച് അധികം ഉണ്ടെന്ന് തോന്നുന്നു. സാധാരണത്തിലും കൂടുതലുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ജിയോമെട്രി ചെയ്യാം. റേഷ്യോ നമുക്ക് ചെയ്യാം, അത് പിന്നീട് ചെയ്യാം. ഇതൊന്ന് ചെയ്തു നോക്കാം. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ ചോദ്യം ആൻസർ അയച്ചോളൂ പെട്ടെന്ന്. ഈ ചോദ്യം കൂടെ ചെയ്തിട്ട് നമ്മൾ അവസാനിപ്പിക്കും. ജിയോമെട്രി. ഉത്തരം കിട്ടിയവർക്ക് അയക്കാം. ചെറിയ കോൺ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. രണ്ടുപേര് അയച്ചു. ഇനിയും ഒരുപാട് പേര് അയക്കാനുണ്ട്. പോരട്ടെ. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ത്രികോണത്തിന്റെ കോണുകൾ ഈ റേഷ്യോയിലാണ്, എന്നാൽ ചെറിയ ആംഗിൾ എത്രയാണ്? ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണും കൂടെ കൂട്ടിയാൽ എത്രയാണ്? ആരെങ്കിലും ഒന്ന് പറയൂ. 180. അത് വെച്ചിട്ട് ചെയ്താൽ മതി. ആ 180 വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. പതിനൊന്ന് പേര് ചെയ്തു. ബാക്കിയുള്ളവർ പെട്ടെന്ന് അയക്കും. ഇത് ഭയങ്കര ഈസിയാണ്. ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ കണ്ടാൽ അപ്പം ഉത്തരം എഴുതണം. അത്രക്ക് ഈസിയാണ്. ഓക്കെ, 21 പേര് അയച്ചിട്ടുണ്ട്. ഒരു 4 പേരും കൂടെ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആൻസർ പറയുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നോക്കുക. ഇതിന്റെ റേഷ്യോ നോക്കുക. 1 4, 1 5, 1 3. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഇതിനെ റേഷ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ടാക്കി പീസ് ആക്കാണ്, മുറിച്ച് വീതം വെക്കുകയാണ്. അങ്ങനെ വീതം വെക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ എത്ര പീസ് ആക്കേണ്ടി വരുമെന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അപ്പൊ എത്ര പീസ് ആക്കേണ്ടി വരും എന്ന് ചോദിച്ചാൽ ഇത് മൂന്നും കൂട്ടുകയാണ് നമ്മൾ ആദ്യം ചെയ്യുക. അപ്പൊ എത്ര കിട്ടുക? പറയൂ. 12. ആകെ 12. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 4/12 ആണ്. രണ്ടാമത്തെ ആംഗിൾ 5/12 ആണ്. മൂന്നാമത്തെ ആംഗിൾ 3/12 ആണ്. ഓക്കെ, നമ്മൾ ഫ്രാക്ഷൻ ആക്കുകയാണ്, ഭിന്നസംഖ്യ ആക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ആംഗിൾ 4/12, രണ്ടാമത്തെ ആംഗിൾ 5/12, മൂന്നാമത്തെ ആംഗിൾ 3/12. അങ്ങനെയാണെങ്കിൽ വളരെ ഈസിയാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? ഈ എല്ലാ ആംഗിളും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണെന്നുള്ളത് വളരെ ഈസിയായി നിങ്ങൾക്ക് അറിയാം. എല്ലാ ആംഗിളും 3 ആംഗിൾ, ഒരു ട്രയാങ്കിൾ ആണിത്. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളുകളും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പറയൂ. 180 കിട്ടും. ആ 180ന്റെ ഈ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇതാണല്ലോ ചെറിയ ആംഗിൾ. അപ്പൊ 3/12 കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു.
അപ്പൊ നമ്മൾ 3 കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് താഴെ ഒരു 4 കിട്ടും. ആ 4 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. 4 കൊണ്ട് 18നെ ഡിവൈഡ് ചെയ്താൽ എത്രയാ? 4 × 4 16. പിന്നെ ബാക്കി 2 ഉണ്ടാവും. ആ 2ഉം 0യും കൂടെ നമ്മൾ ആലോചിച്ച് നോക്കുക. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 5. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 45. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ആലോചിക്കണം. നമ്മൾ ആദ്യമേ ആലോചിക്കുക, ഇത് ഫ്രാക്ഷൻ ആണ്, ഇതെല്ലാം കൂടെ കൂട്ടുക 12. അപ്പൊ ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൽ ഏറ്റവും വലിയ ആംഗിൾ എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 180നെ 5/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 ആണ് വലിയ സംഖ്യ, അതുകൊണ്ട് 5/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നിങ്ങളോട് ഏറ്റവും ചെറിയ ആംഗിൾ ആണ് ചോദിച്ചത്, അപ്പൊ 3/12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, ടോട്ടൽ എത്ര ഉണ്ട് നോക്കുക. 12. 12ൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഈ ഫസ്റ്റത്താണ് വേണ്ടെങ്കിൽ 4/12, രണ്ടാമത്താണ് വേണമെങ്കിൽ 5/12, മൂന്നാമത്താണ് വേണമെങ്കിൽ 3/12. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഏതിനെ മൾട്ടിപ്ലൈ ചെയ്യുക? ടോട്ടലിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് 45 കിട്ടും. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ തെറ്റിയവരൊക്കെ വീണ്ടും ഒന്ന് നോക്കിക്കോ. അപ്പൊ നമ്മൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം ചെയ്തു ജോമെട്രിയിലെ. ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്തു നോക്കണം. ഞാൻ അടുത്ത ദിവസം ഇതിന്റെ ഉത്തരങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എന്നാണ് നിങ്ങൾ സ്കൂളിലേക്ക് വരേണ്ടതെന്ന് ഞാൻ പറയും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നമ്മൾ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ രാത്രി ക്ലാസ് ഉണ്ട്. പിന്നെ രാവിലെ എനിക്ക് സ്കൂളിൽ പോവേണ്ടതുണ്ട്. 9 മണിക്ക് ഞാൻ സ്കൂളിൽ പോവേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്, നമ്മൾ ഇപ്പോൾ വീട്ടിൽ വെച്ച് ക്ലാസ് ഇപ്പോഴത്തെ രീതിയിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു ടൈം ഇപ്പോൾ പറയാൻ പറ്റുന്നവർ കമന്റ് ബോക്സിൽ ഒന്നിടൂ. നമ്മൾ രാവിലെ 9 മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്കൂളിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് രാത്രി സ്കൂളത്തെ ക്ലാസ്സും ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഏത് സമയത്ത്, മോർണിംഗ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സമയം പറയണം. ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ ക്ലാസ്സിൽ വരേണ്ടതിന്റെ പകുതി കുട്ടികളെ ക്ലാസ്സിലുള്ളൂ. 7 മുതൽ 8 വരെ രാത്രിയോ? രാത്രി 7 മുതൽ 8 വരെ എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയാണോ? സ്കൂളിൽ ക്ലാസ് ഇല്ലേ? സ്കൂളിൽ ക്ലാസ് ഇല്ലേ അപ്പോ? ആണല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം, ഇന്നിപ്പോ വളരെ കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ടാണ്. ചിലപ്പോ ചില കുട്ടികൾക്കൊക്കെ ഫോണ് പാരന്റ്സിന്റെ കയ്യിലായിരിക്കും. അവര് ജോലിക്ക് പോയി വരുന്നത് രാത്രിയായിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും. 5 to 6, 9 to 10 പലരും പലതും പറയുന്നുണ്ട്. നമുക്ക് പിന്നീട് നോക്കാം. അത് 5 to 6 നോക്കാം. എല്ലാവർക്കും പറ്റിയൊരു ടൈം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ 9 മുതൽ 10 വരെ നല്ല സമയമാണ്. പക്ഷേ എനിക്ക് സ്കൂളിൽ പോകേണ്ട പ്രശ്നമുള്ളത് കൊണ്ടാണ്. നമുക്ക് ഇനി അങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്കാം. സ്കൂളിൽ കുറച്ച് വൈകി പോകാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ 8:30 പറ്റുമോ എന്ന് പറയൂ. 8:30. എന്നാ കുറച്ചും കൂടി ആളുകൾക്ക്, അന്നാളൊക്കെ ഇപ്പൊ രാവിലെ എടുത്തപ്പോൾ കുറച്ചും കൂടി നല്ല ആൾക്കാരുണ്ടായിരുന്നു. 8:30 to 9:30 എടുത്താൽ എങ്ങനെ ഉണ്ടാവും? 9:30 കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പോകേണ്ടി വരും. കുഴപ്പമില്ല. അങ്ങനെ നോക്കാം നമുക്ക്. ഓക്കെ. അപ്പോ ഇതാവുമ്പോ കുറച്ച് കുഴപ്പമുണ്ടാവില്ലാന്ന് തോന്നുന്നു. മദ്രസ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? 8:30 to 9:30? 9:30 വേണ്ട നമുക്ക്. 8:30 to 9:15. 9:15. മദ്രസ 8:00 കഴിയൂലേ? 8:30 മുതൽ 9:15 വരെ നമുക്ക് ആലോചിക്കാം. എന്നാ പിന്നെ രാവിലെ തന്നെ ആവുമ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ അങ്ങനെ മദ്രസ ഉള്ളവർ മദ്രസ കഴിഞ്ഞ് വന്നാൽ ഉടനെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരിക. പിന്നെ നമുക്ക് റെക്കോർഡിംഗ് ഉണ്ടല്ലോ. എന്തായാലും നിങ്ങൾക്ക് ഞാൻ റെക്കോർഡിംഗ് അയച്ചു തരുന്നുണ്ട്. ഈ രാവിലെ ആയാലുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ താല്പര്യം ഉണ്ടാവും. പിന്നെ ക്ലാസ്സിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് കുട്ടികളൊക്കെ വളരെ കുറവാണ്. എന്ത് പറയുന്നു? ഞാൻ പറയൂ. ഈ ടൈം മതി. നോക്കാം. 8:30. ഏത് 8:30 to 9:15 അല്ലേ? ഓക്കെ. വലിയ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇനി എന്തെങ്കിലും സ്കൂളിൽ പ്രയാസമുള്ള സമയത്ത് നമുക്ക് അല്ലാത്ത ദിവസം എടുക്കുകയും ചെയ്യാം. പിന്നെ വേറെ പ്രശ്നമുണ്ട്. നിങ്ങൾ സ്കൂളിലേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ടൈം പറ്റലുണ്ടാവില്ല അല്ലേ? കുറെ കുട്ടികളെങ്കിലും സ്കൂളിലേക്ക് വരുന്നവരുണ്ടാവും. എല്ലാവരും വരില്ല. എന്നാലും നമുക്ക് എടുക്കാം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ 10 മണിക്ക് വന്നാൽ മതി.
10 മണിക്ക് വരിക, അല്ലെങ്കിൽ 10:30 വരിക. 10:30 മുതൽ 1 മണി വരെ എടുക്കുക. അങ്ങനെ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് വേണ്ടത്, നമുക്ക് ആലോചിച്ച് ചെയ്യാം. യെസ്, അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ സ്കൂളിൽ വരേണ്ട ദിവസം ഞാൻ പറയും. ആ ദിവസം നിങ്ങൾ ആ ക്ലാസ്സുകാർ മാത്രം വരിക. യെസ്, അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നു. ക്ലിയർ ആയില്ലേ? പറഞ്ഞൊക്കെ ക്ലിയർ ആയില്ലേ? ശരി, ഓക്കെ, ബൈ.